ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിമനോഹരവും അതിശയവും അത്ഭുതകരവുമായ 6-ാം ദിവസം ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവാൻ കൽപ്പിച്ചു. ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഈ ഭൂമിയിൽ മനുഷ്യൻ പാർക്കുന്നതിനിടയിൽ ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം പാപം അവരിൽ കടന്നുകൂടി. പാപം ചെയ്ത് ജീവിക്കുന്നവർക്കായി ദൈവം നിത്യതയിൽ അവർക്ക് നിത്യാഗ്നിയായ നിത്യനരകവും ഒരുക്കി. എന്നാൽ മനുഷ്യകുലത്തോട് മനസ്സലിവ് തോന്നിയ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തിന് രക്ഷാമാർഗം ഒരുക്കി. ലോകസ്ഥാപനത്തിന് മുന്നേ അവനെ തിരഞ്ഞെടുക്കുകയും ദൈവം സ്നേഹിക്കുന്നവരെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ദൈവം അറിഞ്ഞ് വിശുദ്ധീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം അറിഞ്ഞവരെ ഗർഭാവസ്ഥയിൽ തൊട്ട് തന്നെ നിത്യതയ്ക്കു വേണ്ടി രൂപപ്പെടുത്തി തുടങ്ങും. ഇവിടെ നമുക്ക് ഒരമ്മയുടെ ഗർഭാവസ്ഥയിൽ കഴിയുന്ന 2 കുട്ടികളെ ഭാവനയിൽ ദർശിക്കാം. അവർക്ക് ഒരു പക്ഷേ ആശയവിനിമയം നടത്തുവാൻ പറ്റുമായിരുന്നെങ്കിൽ ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം രൂപപ്പെടുത്തി തുടങ്ങിയ ഒരു കുഞ്ഞിൻ്റെയും ദൈവിക തെരഞ്ഞെടുപ്പിൽ പെടാത്ത മറ്റൊരു കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്കിവിടെ ഭാവനയിൽ കാണാം. ഈ ട്വിൻ ബേബീസിൻ്റെ ഗർഭാവസ്ഥ നമുക്കൊന്ന് ദൃശ്യാവിഷ്കാരത്തോടെ വീക്ഷിക്കാം. നീ എണീറ്റാ? ഞാൻ എല്ലാവർക്കായിരുന്നു. ഞാൻ എഴുന്നേറ്റു. നീയല്ലേ എന്നെ ചോട്ടി ഉണർത്തിയത്? ഞാൻ ചോട്ടീന്നോ? ഞാൻ എല്ലാവർക്കായിരുന്നു. എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണ്ടല്ലോ. എടാ, ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ചില തട്ടുമുട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വേറെ ആർക്കോ വർത്തമാനം പറയുന്ന പോലെ കേൾക്കാറുണ്ട്. അത് ശരിയായി, ഞാൻ നിന്നോട് പറയാനിരിക്കുവായിരുന്നു. എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ നാം ഇവിടെ കാണുന്ന ഇരുട്ടല്ലാതെ വേറെ എന്തെങ്കിലും ഓർത്തുണ്ടാകോ? ഞാൻ വിചാരിക്കുന്നു ഇവിടെ അല്ലാതെ വേറെ എന്തോ സ്ഥലം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പിള്ളയായ സംശയം ഓർന്നാൽ ഇവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവും. വേറെ സ്ഥലത്തേക്ക് പോവാൻ ഉള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. നോൺസെൻസ്. ഇതാണ് ലോകം. ഇതല്ലാതെ നീ പറയണ പോലെ നാം ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോവാൻ പറ്റത്തില്ല. എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു നാൾ ഈ ഉരുട്ടിയിൽ നിന്ന് കഴിച്ചുമുള്ള സ്ഥലത്ത് നമ്മൾ ചുരുണ്ട് കൂടി കിടക്കാതെ നമ്മുടെ ഈ കുഞ്ഞാല് കൊണ്ടാക്കാൻ പറ്റും. കൈകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ കൂടുതൽ ശബ്ദം കേൾക്കുമായിരിക്കും. കൂടുതൽ ആൾക്കാരെ കാണുമായിരിക്കും. ഒരു പക്ഷേ നമ്മളൊക്കെ വലിയ ആൾക്കാരെ കാണുമായിരിക്കും. ഒരു പക്ഷേ നമ്മളൊക്കെ വലിയ ആളുകളെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ശക്തിയുള്ള ആളുകളെ കാണാൻ സാധിക്കുമായിരിക്കും. ഈ വയറ്റിൽ നിന്നുള്ള ഈ ട്യൂബ് പോലും പിന്നീട് വേണ്ടായിരിക്കും. ഇപ്പോൾ ഒന്നിനും വ്യക്തത കിട്ടുന്നില്ല. റെഡിക്കുലസ്, നീ എന്തൊക്കെ പറയുന്നത്? ഈ കുഞ്ഞിക്കാല് വെച്ച് നമുക്ക് നടക്കാനോ? ഈ തിരി കൈ വെച്ച് എന്തെങ്കിലും ചെയ്യുകയോ? ഇംപോസിബിൾ. പിന്നെ നമ്മളെക്കാൾ വലിയ ആൾക്കാരോ? എനിക്ക് കൂടുതൽ ചിരി വന്നത് ഇതല്ലാതെ വേറെ ലോകമോ? നിനക്ക് വട്ടാണ്.
എന്തിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? എടാ, ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ വേറെ ഒരു ലോകം ഉണ്ടെങ്കിൽ അവരാരും എന്താ ഇങ്ങോട്ട് വരാത്തത്? ഇതാണ് ലോകം. ഇത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല. നീ പറയണ പോലെ വേറൊരു ലോകവും വേറെ ആൾക്കാരൊന്നുമില്ല. അങ്ങനെയുള്ള ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും വിചാരിക്കരുത്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ, ശബ്ദം കേൾക്കുന്നില്ലേ? സത്യമായും ഒരിക്കൽ നാം ഒരാളെ കണ്ടുമുട്ടും. അത് ചിലപ്പോ നമ്മുടെ അമ്മയായിരിക്കും. അമ്മ നമ്മെ ചെയ്യും. ചിലപ്പോൾ നാം ഇപ്പോഴും നമ്മുടെ അമ്മയോടെ ഉള്ളിൽ ആയിരിക്കും കേൾക്കുന്നത്. അമ്മയാ? നീ അമ്മയിൽ വിശ്വസിക്കണ്ട. അമ്മയുണ്ടെങ്കിൽ ആ അമ്മ ഇപ്പൊ എവിടെയാണ്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ വിചാരിക്കുന്നു അമ്മ നമ്മുടെ ചുറ്റും എവിടെയോ ഉണ്ട്. നാം ജീവിക്കുന്നത് ചിലപ്പോ അമ്മയോടോ കൊണ്ടാവാം. അമ്മയില്ലെങ്കിൽ നാമും ഉണ്ടാകില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ പറയുന്ന അമ്മയെ ഞാൻ കാണുന്നില്ല. ലോജിക്കോട് കൂടി ചിന്തിച്ച അമ്മയെന്ന് പറയുന്ന ഒരു വ്യക്തിയുമില്ല, ജീവിച്ചിരിക്കുന്നില്ല. അമ്മ സൈലന്റ് ആയിരുന്നു. നന്നായി ശ്രദ്ധിച്ച നമുക്ക് അമ്മയോടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലൂടെയോ നിന്ന് നമ്മെ വിളിക്കുന്ന അമ്മയോട് സ്നേഹിക്കുന്ന വാക്കുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്ന നാം നമ്മുടെ അമ്മ നാം കാണും. അങ്ങനെ നിമിഷങ്ങൾ കടന്നുപോയി. നിമിഷങ്ങൾ ദിനങ്ങളായി, ദിനങ്ങൾ ആഴ്ചകളായി, മാസങ്ങളായി കടന്നുപോയി. തങ്ങൾ ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ക്രൂഷ്യൽ സമയത്തിന്റെ സമാപ്തിയിലേക്ക് അവർ എത്തിച്ചേർന്നു. തങ്ങൾ വസിച്ചുകൊണ്ടിരുന്ന സ്ഥലം മാത്രമല്ല, അതിനപ്പുറം വേറൊരു അവസ്ഥയും ലോകവും ഉണ്ടെന്ന് വിശ്വസിച്ചവനും അതൊന്നുമില്ല, ഇപ്പോൾ വസിക്കുന്ന ലോകം മാത്രമേ ഉള്ളൂ എന്ന്, ഇതു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അവസാനമായി എന്ന് വിശ്വസിച്ചവനും അമ്മയുടെ ഉദരത്തിൽ വളർച്ചയുടെ പൂർത്തീകരണ സമയത്തിലേക്ക് എത്തിച്ചേർന്നു. സമയത്തിന്റെ സമാപ്തി എത്തിയപ്പോൾ അതുവരെ അവർ വസിച്ചിരുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇരുവരും പിറന്നു വീണു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങൾ സമ്മാനിച്ച് അവർ അമ്മയപ്പന്മാരുടെയും ബന്ധുജനങ്ങളുടെയും കൂട്ടുകാരുടെയും കൂടെ ഒരുമിച്ച് വളർന്നു പോന്നു. ഒരു കുടുംബത്തിൽ ഒരേ സാഹചര്യത്തിൽ അവർ വളർന്നുവെങ്കിലും അവർ വ്യത്യസ്ത മനോഭാവമുള്ളവരും വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത താല്പര്യമുള്ളവരും അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും വ്യത്യസ്തത വളരെ പ്രകടമായിരുന്നു. ആ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ അവർ വ്യത്യസ്ത വിശ്വാസ ജീവിതം നയിക്കുന്നവരായി തീർന്നു. എടാ, ചുമ്മാ ഇരുന്ന് ബോറടിക്കുന്നു. നമുക്ക് പുറത്ത് കളിക്കാൻ പോയാലോ? നിനക്ക് ഈ ഉച്ചയ്ക്ക് തന്നെ കളിക്കാൻ പോണല്ലേ? കരഞ്ഞു വാടി പോയി ഈ വെയിലത്ത് പോയി കളിച്ചാൽ. പുറത്ത് നല്ല വെയില. ഹോ, നീ എന്ന് മനസ്സിൽ നോക്കി ആലോചിച്ചിരിക്കുന്നത്. എടാ, ഈ സൂര്യനെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ സൂര്യന് ഇത്രയും വലിയ ചൂടും ഇത്രയും വലിയ പ്രകാശമാണെങ്കിൽ ഈ സൂര്യനെ ക്രിയേറ്റ് ചെയ്ത ആ ദൈവം, ഓ എത്ര ഭയങ്കരനായ, എത്ര പവർഫുൾ ആയ, എങ്ങനെയുള്ള ദൈവമായിരിക്കും. ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. നീ കൂടുതൽ ഇമാജിൻ ചെയ്യണ്ട. ഇതൊക്കെ തന്നെ വന്നതാ. പിന്നെ നമ്മളെ പേടിപ്പിച്ച് നമ്മൾ വഴി കൂടാതിരിക്കാൻ പപ്പയെ നന്ദി വിശ്വസിക്കുന്ന ചുമറിവ. നമ്മുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞില്ല, ഈ ഭൂമി തന്നെ ഉണ്ടായിരുന്നു, നേച്ചറാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്നും. ഏത് നേച്ചറോ? ഈ കാണുന്ന കല്ലും മണ്ണും ആണോ സൂര്യനൊക്കെ ഉണ്ടാക്കിയത്? അതോ ഈ കാറ്റോ? അതോ മഴയോ? ടീച്ചറിന് ബോധമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭൂമിയും സർവവും ഉണ്ടായി. ദൈവം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സൃഷ്ടികൾക്കും നല്ല ഭംഗിയും ഏറ്റവും നല്ല അൾട്ടിമേറ്റ് പെർഫെക്ഷനും. ഇപ്പോഴും മനുഷ്യർക്ക് ദൈവം ഉണ്ടാക്കിയ മൊത്തം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല.
ദൈവമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ദൈവത്തിനെ കാണാൻ പറ്റാത്തത്? എന്നെ കാണിച്ചാൽ നിന്റെ ദൈവത്തെ. ദൈവം അങ്ങ് അവിടെ സ്വർഗത്തിൽ വസിക്കുന്നു. എന്നാൽ ദൈവം സർവ്വലോകത്തിലും തന്റെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യുകയും എല്ലാം ദൈവം കാണുകയും ചെയ്യുന്നു, അറിയുകയും ചെയ്യുന്നു. എല്ലാം ദൈവം ന്യായവിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ ദൈവം എന്തിവിടെ വരാത്തത്? ദൈവം ഇനി ഒരു നാള് വരും. ദൈവത്തിനെ മാത്രം അനുസരിച്ച് സ്നേഹിച്ചു ദൈവവചനപ്രകാരം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ തന്റെ കൂടെ ചേർക്കാൻ ദൈവം വീണ്ടും വരും. Do you still believe this? ഞാനോ നീയും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം തന്റെ ജ്ഞാനത്താൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതല്ലാതെ ഈ സൃഷ്ടാവില്ലാതെ ഈ ലോകത്തിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞ നേച്ചറുള്ള എല്ലാം എത്ര ഭംഗിയോടെ, എത്ര പെർഫെക്റ്റ് ആയി, എല്ലാത്തിനും വെവ്വേറെ ഭംഗിയോട് കൂടെയാണ് ദൈവം ക്രിയേറ്റ് ചെയ്തത്. ഇതേ നമ്മുടെ ബോഡി തന്നെ എത്ര അത്ഭുതമായി, അതിശയമായിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്തത്. അതൊക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ ഉണ്ടായി വന്നതാടാ. ദൈവമല്ല ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിന്റെ മൂക്ക് പോലും കറക്റ്റ് സ്ഥലത്തിലിരിക്കില്ലായിരുന്നു. നിന്റെ മൂക്ക് മേലോട്ടിരുന്നെങ്കിൽ മഴ വന്നാൽ നിന്റെ മൂക്കിലെ വെള്ളം കയറില്ലേ? നിന്റെ വായ നിന്റെ തലയുടെ പിന്നിലായിരുന്നെങ്കിൽ എങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു? നിന്റെ കണ്ണ് നിന്റെ കാലിൻ്റെ അടിയിലായ നടക്കാനോ കാണാനോ പറ്റുമോ? എല്ലാ ഓർഗൻസിനെയും ദൈവം ഉണ്ടാക്കി അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ വെച്ച് പെർഫെക്റ്റ് ഷേപ്പിലും പെർഫെക്റ്റ് സൈസിലും പെർഫെക്റ്റ് മെഷർമെൻറ്റിലും പെർഫെക്റ്റ് ഡ്യൂട്ടിയുമാണ് എല്ലാ ഓർഗൻസിനും ദൈവം കൊടുത്തേക്കുന്നത്. ഈ ലോകത്തിലെ സർവവും നമ്മുടെ ശരീരവും അത്ഭുതമായി വർക്ക് ചെയ്യണമെങ്കിൽ ക്രിയേറ്ററായ ദൈവമില്ലാതെ ഇത്ര വണ്ടർഫുള്ളായി, ഇത്ര പെർഫെക്റ്റ് ആയി ഒരിക്കലും ഒന്നും പോലും തന്നെ ഉണ്ടാവുകയില്ല. അമേസിംഗ് ഗോഡ്, വണ്ടർഫുൾ ക്രിയേറ്റർ, സോവറിംഗ് ഗോഡ്, ഓൾ പവർഫുൾ, omnipresent, eternal God, a perfect creator, completion, perfect perfection. ഇത്രയും നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? ദൈവകൃപയുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ബുദ്ധിയും ജ്ഞാനും വിവേകവും തരും. വലിയ ബുദ്ധിമാന്മാരായ സയന്റിസ്റ്റുകൾ പോലും ദൈവവിശ്വാസികളായിരുന്നു. Still I don't believe this. ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. നരകമോ? ഇപ്പോൾ ദൈവത്തിന് വിശ്വസിച്ചാൽ മതിയോ സ്വർഗത്തിൽ പോവാൻ? ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. എന്നാ ആര് പറഞ്ഞു? ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ. എന്തായാലും എനിക്ക് ഈ കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇവാൻ, നീ എൻ്റെ കൂടെ നാളെ സൺഡേ സ്കൂളിൽ വാ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ബൈബിൾ വായിച്ചാൽ ദൈവം യഥാർത്ഥത്തിൽ ആരാണ് മനസ്സിലാവും. നിന്നെ പോലെ സൺഡേ സ്കൂളിൽ പോയി സമയം കളയാൻ എന്നെ കിട്ടില്ല. സ്വർഗവും നരകവും ശരി വരുന്നു കേട്ടിട്ട് തന്നെ. I'm going to play with my friends tomorrow. I don't want to waste my time. I'm going to play and enjoy every time. നിന്റെ കൂടെ ബൈബിൾ പഠിക്കാൻ ഞാൻ വരുന്നില്ല. ഫെബിൻ, നീ പോകല്ലേ. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടതും ദൈവത്തെയാണ്. അതറിയാതെ പോകല്ലേ. നീ പോടാ നിന്റെ വഴിക്ക്. എന്നെ വഴിക്ക് വിട്ടേക്ക്. എനിക്ക് എപ്പോഴും എൻ്റെ കൂട്ടുകാരുണ്ട്, അത് മതി എനിക്ക്. Enjoy life. Don't irritate me. I know how to leave. Leave me alone. ഫെബിൻ, ഈ എൻജോയ്മെന്റ് ഒക്കെ കുറച്ച് സമയത്തേക്കുള്ളൂ. ബട്ട് ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം തരുന്ന ഒരിക്കലും അവസാനിക്കാത്ത നിത്യ സന്തോഷം സമാധാനമാണ്. ഈ ദൈവത്തെ അറിയാതെ പോയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് നീ ചെയ്യുന്നത്. ജീവിതം നശിക്കും. മനസ്സിലാക്കുന്ന I know how to live. ഞാൻ പഠിച്ച വലിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ഇന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന്. എന്റെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് എന്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. നീ നിന്റെ വഴിക്ക് നിന്റെ കാര്യം നോക്കി പോടാ. അങ്ങനെ ദിനങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ബാലന്മാരായിരുന്ന ഇരുവരും തങ്ങളുടെ യൗവനത്തിലേക്ക് കടന്നു. ഇരുവരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തു, കൂട്ടുകെട്ടുകൾ കണ്ടെത്തി. പല വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും തങ്ങളിൽ ഉളവാക്കിയ മാറ്റങ്ങളും പിന്നീടുള്ള അവരുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളായി മാറി. അങ്ങനെ ബാലന്മാരായിരുന്ന ഇരുവരും യൗവനത്തിലേക്ക് കടന്നു.
My faith is a hammer that shatters his chains. I swing with authority, breaking his reign. Temptation's mirage that fades in the drought. The living water keeps washing it out. I march in formation with angels beside. Their wings like a storm, their voices collide. The battlefield trembles, the heavens roared. Every victory shout is a nail in the floor. എഡ്വേർഡ് തൻ്റെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ വേരൂന്നി ദൈവത്തോട് വിശ്വസ്തനായി ജീവിത പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പരിഹാസത്തിൻ്റെയും അവഗണനയുടെയും ഇടയിലും ദൈവവചനത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് വഴുതി വീഴാതെ വിശുദ്ധിയിൽ തന്നെ ജീവിച്ചു. താൻ ദൈവത്തിനു വേണ്ടി ചെയ്തത് വളരെയുണ്ട്, അതെല്ലാം കാണിക്കുവാൻ ഇവിടെ സാധിക്കാത്തത് കൊണ്ട് കാണിക്കുന്നില്ല. താൻ ദൈവത്തിനു വേണ്ടി ചെയ്തതിനെല്ലാം ദൈവം പ്രതിഫലം കൊടുക്കും. ധാരാളമായി ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിച്ച ഫെബിൻ്റെ ജീവിതം മറ്റൊരു തലത്തിലായിരുന്നു. ബാലനായിരുന്ന ഫെബിനും തൻ്റെ യൗവനത്തിലേക്ക് എത്തിച്ചേർന്നു. Get back to the business. I feel the spirit moving through the city. I got the light shining, come get it. Walking with Christ, moving where it's gritty. Walking with Christ, moving where it's gritty. I feel the spirit moving through the city. I see the people trying to bring them with me. We got that light, tell them come and get it. Yeah. Walk, 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 walk. I walk. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമില്ലാത്ത താൻ ഈ ലോകത്തോടു കൂടി സർവ്വം അവസാനിച്ചു എന്ന് വിശ്വസിക്കുകയും ജീവിക്കുന്ന കാലത്തോളം എത്രത്തോളം ലോകമോഹങ്ങൾ ആസ്വദിക്കാൻ പറ്റുമോ അത്രയും ആസ്വദിച്ചു. ദൈവത്തെ മറന്ന് ലോകജീവിതം ആവോളം ആസ്വദിച്ചു പോന്നു. താൻ ജീവിച്ചു പോന്ന മേഖലകൾ ഒരു തരത്തിലും ഈ സഭയിൽ കാണിക്കുവാൻ പറ്റില്ലാത്തതുകൊണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ദിനങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം ഇരുവരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവരുടെ വിശ്വാസ ജീവിതം എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് ആ ദിവസം അവരെ എത്തിച്ചു. ഹായ് എഡ്വേർഡ്, നീ എവിടെ പോവാ? കുറേയല്ലോ കണ്ടിട്ട്. ഹായ് ഫെബിൻ, ആരാനിക്ക് പോടാ, ഇന്ന് സൺഡേ അല്ലേ? ഓ, നീ ഇതുവരെ ഈ പഴഞ്ഞ സെറ്റപ്പ് ഒന്നും ഇതുവരെ വിട്ടില്ലേ? അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. സൺഡേ ആരാധന മുടക്കിട്ട് നീ വേറെ ഒരു പരിപാടിയും പോയില്ലെന്ന് എനിക്കറിയാം. എടാ, നമ്മൾ കുറേ നാളുകൾ കൂട്ടുകൂടി നടന്നതല്ലേ? ആ അടുപ്പം കൊണ്ട് സ്നേഹമുള്ളതുകൊണ്ട് നിന്നോട് പറയാ, ജീവിതം ഒന്നേ ഉള്ളൂ കേട്ടോ. ആ ജീവിതം ഇതുപോലെ വെറുതെ ബൈബിൾ പിടിച്ച് പള്ളിയിലും പോയി എൻജോയ് ചെയ്യാണ്ട് ഈ എൻജോയ് ചെയ്യേണ്ട സമയം മൊത്തം പാഴാക്കി കളയാണ്ട് നീ എൻ്റെ കൂടെ വാടാ. സന്തോഷം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും ജീവിതം എന്താണെന്നൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ എൻ്റെ കൂടെ വാ. എനിക്കതൊന്നും വേണ്ട ഫെബിനെ. ദൈവത്തെ വിട്ട് കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട. ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതെനിക്ക് ലാഭമാണ്. ഹാ, ദൈവത്തെ വിട്ടുകളയാനൊന്നും ഞാൻ പറയുന്നില്ല. നീ പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ പൊക്കോ. പക്ഷെ ഇടയ്ക്കെങ്കിലും എൻ്റെ കൂട്ടുകാരോടെയും വരാമല്ലോ നിനക്ക്. ലൈഫ് എൻജോയ് ചെയ്യടാ. ഫെബിൻ, ദൈവത്തെയും ലോകത്തെയും ഒരിക്കലും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവവചനത്തിനുള്ളത് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. വെറും നൈമിഷികമായ അല്പായുസുള്ള ഈ ലോക സുഖത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും സ്വർഗരാജ്യം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. ഇത്രയും കാലം ഈ ദൈവത്തിന്റെ പിന്നാലെ പോയിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ? എടാ, നീ എന്നെ നോക്ക്. നിനക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാളും സെറ്റപ്പിലാണ് ഞാനിപ്പോ. എൻ്റെ നീ വീട് കണ്ടിട്ടുണ്ടോ? അവിടെ കിടക്കുന്ന കാറുകൾ കണ്ടിട്ടുണ്ടോ നീ? എനിക്കൊരു മാസം കിട്ടുന്ന സാലറി നീ ഒരു വർഷം അധ്വാനിച്ചാൽ പോലും നിനക്കത് കിട്ടില്ല. അത് മാത്രമല്ല, ലാഭം കഴിയുന്ന എൻ്റെ പല വേറെയുള്ള സൈഡ് ബിസിനസ്സുകൾ. അതൊക്കെ പോട്ടെ, എൻ്റെ ബാങ്ക് ബാലൻസ് കാണണം നിനക്ക്? അല്ല, എന്തിനാ? അത് കണ്ടത് എൻ്റെ ബോധം പോവും. നിന്റെ കയ്യിലോ? അയ്യോ അയ്യോ. എടാ, ഈ കേരളം വിട്ട് വേറെ എവിടേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടോ നീ ഇതുവരെ? ഞാൻ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ചത്തെ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ദേ എത്തിയുള്ളൂ. അടുത്ത മാസം ദേ പോവാ അടുത്ത പുതിയ ഡെസ്റ്റിനേഷനിലേക്ക്. ഫൺ പാർട്ടീസ് വിത്ത് മൈ ചങ്സ്. പിന്നെ ഈ ചങ്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ചങ്ക് പറിച്ച് നൽകുന്ന എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സാ, എൻ്റെ ചങ്കുകള്. ദേ, നീ ഇവനെ കണ്ടോ? എപ്പോഴും എൻ്റെ കൂടെയുള്ളവനാ. എന്ത് ചോദിച്ചാലും വാരിക്കോരി തരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആളൊരു യോയോ ടീമാണ്. യോയോ എന്ന് പറഞ്ഞാൽ യോയോ അടിച്ചുപൊളി ടീമാണ്. എല്ലാവിധ തരികട പരിപാടികളും ഉണ്ട്. എന്താ, കണ്ടിട്ട്
ഇതൊക്കെ വേണമെന്ന് തോന്നുന്നില്ലേ നിനക്ക്? എടാ, നിനക്കോ ഈ പറയുന്ന ദൈവത്തിന്റെ പിന്നാലെ ഇത്രയും കാലം പോയിട്ട് എനിക്കുള്ള ഒന്നെങ്കിലും നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ, കാണിച്ചതാ നീ. നീ പറയുന്നതെല്ലാം ഉണ്ടായിട്ടും നിത്യജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിത്യത ദൈവത്തോടു കൂടെ അല്ലെങ്കിൽ, നീ സ്വന്തമാക്കിയതെല്ലാം കൊണ്ട് എന്ത് കാര്യം? എല്ലാം വ്യർത്ഥമല്ല ഫെബിൻ. ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ടുപിടിയടാ. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് റിയാലിറ്റിയിൽ ജീവിക്കാൻ എന്നെ പോലെ. എടാ, നീ പറയുന്ന സ്വർഗവും നരകവും ഒക്കെ ഈ ലോകത്തിൽ തന്നെയാ. ഈ പഴഞ്ഞ സെറ്റപ്പ് ഒക്കെ അങ്ങോട്ട് വിട്ടിട്ട് ചത്തു പോകുന്നതിന് മുമ്പേ ലൈഫ് ഞങ്ങളെ പോലെയൊക്കെ എൻജോയ് ചെയ്യേ. ഞങ്ങളുടെ കൂടെ കുടിക്കുക നീ. ചാവിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടടാ. എനിക്ക് എന്റെ ദൈവം മാത്രം മതി. ദൈവം തരുന്നത് മാത്രം മതി എനിക്ക്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ദൈവം ചെയ്തു തന്നതെല്ലാം പറയാൻ തുടങ്ങിയാൽ ഇന്നിവിടെ മുഴുവൻ നിന്നാലും ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. നിനക്കിതൊക്കെ തരുന്ന സന്തോഷത്തെക്കാളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിത്യ സന്തോഷം ഞാൻ എന്റെ ദൈവത്തിൽ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു സ്വർഗീയ സന്തോഷമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത സന്തോഷമോ? നീ എന്താ ആളെ കളിയാക്കണോ? എടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ വെറും ഒരു കഴുതയെ പോലെയാന്ന് നീ വിചാരിച്ചോ? ഓരോ ദിനവും ദൈവം അത്ഭുതകരമായി എന്നെ നടത്തുന്നതും ദൈവം എന്നെ സംരക്ഷിക്കുന്നതും ദൈവത്തിന്റെ സ്നേഹവും ദൈവിക സന്തോഷവും ദൈവത്തിന്റെ അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും ഒരു മനുഷ്യന് ഒരിക്കലും നാവുകളാൽ വർണ്ണിക്കാൻ കഴിയില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. എടാ നീ 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 ആരാണ് നിന്റെ വിചാരം? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അതിനു മുമ്പ് ജീവിതം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇന്ന് സൺഡേ, കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു പാർട്ടിക്ക് പോവാം. തീരുമ്പോഴേക്ക് രാത്രിയാവും. ഫുൾ എൻജോയ്മെന്റ്, ഫുൾ എന്റർടൈൻമെന്റ്, അടിയും വലിയൊക്കെ ഉണ്ടാവും. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ വാ, നമുക്കൊന്ന് കൂടാം. ഇന്നത്തെ ഫുൾ ചെലവ് എൻ്റെ വക. ചാവുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് അറിയണ്ടടാ. എല്ലാം ടേസ്റ്റ് ചെയ്യണ്ടേ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എൻജോയ് ലൈഫ്. എടാ, നീ ഇങ്ങ് വന്നേ. പള്ളിയിൽ പിന്നെ ആയാലും പോകാം. പള്ളിയൊക്കെ അടുത്ത ആഴ്ച അവിടെ തന്നെ ഉണ്ട്. ഇത് എൻ്റെ കൂടെയുള്ള ഈ ദിവസം ഉണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിരിക്കും. എന്നൊന്ന് ഓർമ്മിച്ചിരിക്കാൻ വാ. ഇന്ന് അടിച്ച് നമുക്ക് തീർക്കാം. എൻജോയ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോഴേ നമ്മൾ മണ്ടത്തരം കാണിക്കരുത്. നോ ഫെബിൻ, നെവർ. എനിക്ക് വരാൻ സാധിക്കില്ല. എന്നെ സ്നേഹിച്ച, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ ഇനിയും പാപം ചെയ്ത് ഞാൻ വേദനിപ്പിക്കില്ല. ലോകമോഹങ്ങൾക്ക് പിന്നാലെ പോയി എന്റെ നിത്യത നരകത്തിൽ കളയാൻ എനിക്ക് പറ്റില്ല. ഓഹോ, അപ്പൊ ഈ ഞാൻ നരകത്തിൽ പോകുമെന്നാണോ നീ പറയുന്നേ? ഇത്ര നേരം മര്യാദ ഭാഷയിലാണ് പറഞ്ഞത്. എടാ, ഞാനും വല്ലപ്പോഴും ഒക്കെ പള്ളി പോകുന്നവനാ. അത് തന്നെ ധാരാളം. നിന്നെ പോലെ ജീവിതം മുഴുവൻ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാനൊന്നും എന്നെ കിട്ടില്ല. എടാ, വീണ്ടും വീണ്ടും ഞാൻ പറയാ, നീ വീണ്ടും മണ്ടത്തരം കാണിക്കരുത്. ഞാൻ ജീവിക്കുന്ന പോലെ ബുദ്ധിയോടുകൂടി ജീവിക്കേ. എന്നെ പോലെ ജീവിതം എൻജോയ് ചെയ്യുന്നീ. മതീറ, അവനെ വിട്ടേക്ക്. നമ്മൾ എത്ര നിർബന്ധിച്ചാലും എത്ര പ്രഷർ ചെയ്താലും അവൻ നമ്മോട് കൂടെ വരില്ല. വാ, നമുക്ക് പോവാം. വെയിറ്റ്. പാർട്ടി തുടങ്ങാൻ ഇനി സമയമുണ്ട്. ഇവനെ ഞാനിന്ന് പാർട്ടിക്ക് കൊണ്ടുപോയി അടങ്ങും. അങ്ങനെ ഇവൻ മാത്രം പുടിയലിനായി ജീവിച്ചാൽ ശരിയാവില്ലല്ലോ. നമ്മളെ വിട്ടിട്ട് ഇവൻ മാത്രം സ്വർഗത്തിൽ പോയാലോ? എങ്ങനെയുണ്ട്? അത് വേണ്ട. എടാ, സമയം കഴിയാറായി. ഇനി നമുക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല. നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുകയാണ്. നീ തിരക്ക് പിടിക്കല്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പൊ വരാം. എങ്ങോട്ട് എത്ര പെട്ടെന്ന് പോകണ്ടേ നിനക്ക്? പോകേണ്ടതോ എന്റെ രാജ്യത്തിലേക്ക്. നിന്റെ രാജ്യോ? അതേത് രാജ്യാടാ? നമ്മൾ ഇനി എന്നേക്കുമായി എന്റെ രാജ്യത്താണ് വസിക്കാൻ പോകുന്നത്. നീ എന്തൊക്കെയാടേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഇനിയെല്ലാം നിനക്ക് വ്യക്തമായി മനസ്സിലാക്കും. എല്ലാം കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കാം. ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണടാ. ഇവനിങ്ങനെ ഇടയ്ക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയും. പിന്നെ ഓരോ സമയത്ത് ഓരോ വേഷം കൂടി അവന്. ഇന്ന് വന്നേക്കണ കണ്ടില്ലേ? കണ്ടാ മതി അവൻ്റെ ഒരു കോലം. ഐ തിങ്ക്
he is serious about something. ഇങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നേ? എന്റെ രാജ്യത്തിലേക്ക്, എന്റെ സ്വന്തം രാജ്യത്തിലേക്ക് നിനക്ക് സ്വാഗതം. നീ ആരാ? നീ ശരിക്കും ആരാ? ഞാൻ ആരാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയില്ല അല്ലേ? യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് വരികയോ എനിക്ക് നിന്നെ കിട്ടുകയുമില്ലായിരുന്നു. ഞാൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയണമല്ലേ? അറിയണമോ നിനക്ക്? ഞാൻ നിന്റെ കൂട്ടുകാരൻ, നിന്റെ ബൈബിളിൽ കാണിച്ചു തന്ന നീ ആഗ്രഹിച്ച എല്ലാ സന്തോഷവും, എല്ലാ ആനന്ദവും, എല്ലാ ലോക സൗഭാഗ്യങ്ങളും തന്നുകൊണ്ടിരുന്ന നിന്റെ ഉടമസ്ഥൻ, നിന്റെ അധികാരി, നിന്റെ രാജാവ് ലൂസിഫർ. ദൈവവചനത്തിൽ വെളിച്ചം വീശിയതുപോലെ സാത്താൻ തന്നെ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. ഞാനായിരുന്നു ഇത്രയും കാലം നിന്റെ ഹൃദയം ആഗ്രഹിച്ചതുപോലെയെല്ലാം നൽകിക്കൊണ്ടിരുന്നു. നിനക്കാവോളം സുഖവും സന്തോഷവും തന്നതും നീ ആഗ്രഹിച്ചതുമെല്ലാം എന്റെ കീഴിലായിരുന്നു. എന്റെ കീഴിൽ നിന്നെ ഞാൻ ലോകത്തിന്റെ മോഹങ്ങളിൽ വേണ്ടവോളം രസിപ്പിച്ചു. നീ ആവോളം അതിൽ ആനന്ദിച്ചു. നീ നിന്റെ ദൈവമായ സൃഷ്ടാവിനെ, നിന്റെ രക്ഷകനെ, അത്യുന്നതനായ ദൈവത്തെ മറന്നു കളഞ്ഞ് ഞാൻ മെനഞ്ഞ തന്ത്രങ്ങളിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും നീ നിനക്കാവോളം നീതി തുടിച്ചു. നിനക്ക് ബോധിച്ച വഴിയിൽ നീ നടന്നു. നിന്റെ വഴികൾ നീ തെരഞ്ഞെടുത്തു. നീ പോലും അറിയാതെ നീ എന്നെ തെരഞ്ഞെടുത്ത് എന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഞാൻ കാണിച്ചു തന്ന എന്റെ വഴിയെ നീ നടന്നു. സർവശക്തനായ ദൈവത്തെ നീ മറന്ന് നിനക്ക് ബോധ്യം വന്നോണം നിന്റെ ബുദ്ധിക്കൊത്ത് നീ ജീവിച്ചു. ഞാൻ നൽകിയ നൈമിഷിക സന്തോഷം കണ്ട് നീ എന്നെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. ദൈവിക ആലോചനയെ മറുത്തു കളഞ്ഞ് നിനക്ക് ബോധിച്ചു വണ്ണം നിന്റെ ബുദ്ധിയിൽ നീ ആശ്രയിച്ചു. നീ മൂഢനായി ജീവിച്ചു. നിന്റെ ജീവിതം എനിക്കിഷ്ടമുള്ളതുപോലെ തന്നെ നീ ജീവിച്ചു തീർത്തു. അതുകൊണ്ട് ഞാൻ നിന്നെ സ്വന്തമാക്കി. ഇപ്പോൾ ഞാനാണ് നിന്റെ ഉടയവൻ. വിശുദ്ധനായ സർവാധികാരിയായ സർവശക്തനായ ദൈവത്തെ മറക്കുന്നവരുടെയും ആ ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് വിശുദ്ധിയിൽ നിന്ന് വീണുപോയവരുടെ വിധി ഞാൻ നടപ്പിലാക്കും. നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാനാണ് ഇനി നിന്റെ ഉടമസ്ഥൻ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഞാൻ ദൈവവചനം ഇത്രത്തോളം ശ്രേഷ്ഠമെന്നും മാറ്റമില്ലാത്തതാണെന്നും മനസ്സിലാക്കിയില്ലായിരുന്നു. നീ എന്നെ കൂടെ നടന്നു എന്ന് ഇത്രയും കാലം ചതിക്കായിരുന്നല്ലേ. ഞാനൊരു മഹാതന്ത്രശാലിയാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ കുഞ്ഞേ? ഇനി നീ എത്ര പേർക്ക് കരഞ്ഞാലും ആരും നിന്നെ ഇവിടെ രക്ഷിക്കാനെത്തില്ല. എന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും സമയവും കഴിഞ്ഞു. ഇനി നിനക്ക് ശേഷിക്കുന്നത് എന്നോട് കൂടുള്ള നിത്യതയാണ്. സ്വാഗതം എന്റെ രാജ്യത്തിലേക്ക്. എന്നേക്കുമായി നിനക്ക് സ്വാഗതം. ദൈവമക്കളല്ലാത്തവരുടെയും കള്ളന്മാരുടെയും ദൈവത്തെ അറിഞ്ഞിട്ട് വിശുദ്ധ ജീവിതം വിട്ട്
എന്നോടുള്ള യുദ്ധത്തിൽ തോറ്റുപോയവരുടെയും എന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോയവർക്കുമുള്ള കെടാത്ത തീയുടെയും ചാകാത്ത പുഴുക്കളുടെയും എന്റെ സർവ അന്ധകാര സൈന്യങ്ങളുടെയും കൂടെ എന്നേക്കുമുള്ള നിത്യദണ്ഡനത്തിനായി ഇനിയുള്ള കാലം നിത്യ നരകത്തിലേക്ക് സ്വാഗതം. എനിക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ. ഇനി എനിക്കാരുണ്ട്? മകനെ, നിന്നെ നിത്യനരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ നിനക്ക് എന്റെ സ്വന്തം ശരീരവും രക്തവും ജീവനും നൽകിയ നിന്റെ രക്ഷകനായ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കാണ്ട് പോയിട്ടില്ല. നീ പിണ്ടകാരമായിരുന്നപ്പോൾ തൊട്ട് എന്റെ അദൃശ്യതരം നിന്നോട് കൂടി പറയും. എന്നെ സ്നേഹിച്ച നിന്നോട് കൂടെ എപ്പോഴും എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു. ഒരിക്കലും തോറ്റുപോകാതെ എന്നെ മാത്രം ആശ്രയിച്ച എന്റെ മകൻ ഞാൻ എന്റെ ബലം നൽകി ശക്തീകരിച്ചു. എന്റെ ദൂതന്മാരെ അയച്ചു താവളം നോക്കി. പരീക്ഷകളിൽ പീഡനങ്ങൾ വീണു പോകാം. നല്ല ഓട്ടം തികച്ചു, വിശ്വാസം താങ്ങും. ഇനി ഈ നീതിയുടെ ജീവിതം നിനക്കായി ഞാൻ തരുന്നു. നിന്റെ സ്വസ്ഥതയിൽ നീ പ്രവേശിച്ചുകൊണ്ടാണ് നിന്റെ കർത്താവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. നിന്നെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവദൂതന്മാരുടെ കൂടെയും വിശുദ്ധന്മാരുടെ കൂടെയും വിശ്വസ്തനായ ജീവിച്ച എന്റെ മകൻ നിത്യസന്തോഷത്തിലേക്ക്, പിതാവിന്റെ സ്വസ്ഥതയിലേക്ക്, സ്വർഗ്ഗരാജ്യത്തിലേക്ക്